ഈ അഗ്നികോണാണ് ലിക്വിഡ് ക്യാഷ് നമ്മളെ കയ്യിൽ നിന്ന്. അഗ്നികോണ് താണോ അവരുടെ ആധാരം ബാങ്കിലായിരിക്കും. സംശയം മനസ്സിൽ വെച്ചോണ്ടിരിക്കാൻ പറ്റാത്തോണ്ട് ചോദിക്കുന്ന. 1 വീട്, 2 മുറ്റം, 3 പറമ്പ്. അപ്പൊ അവിടെ വെള്ളം വരിക അല്ലെങ്കിൽ താണു പോകുക ഇതൊക്കെ ആകുമ്പോൾ ഡ്യുവൽ പേഴ്സണാലിറ്റി ആയി. ഇതില് വടക്ക് ഭാഗം എന്ന് പറയുന്നതാണ് കുബേരൻ എന്ന് പറയും നമ്മളതിൽ. ഈശ്വരന് കോടിക്കണക്കിന് നിങ്ങൾക്ക് തരണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ അത് മീഡിയ വേണ്ട. തിരുപ്പതി ക്ഷേത്രത്തിൽ പോയിട്ട് ശരിക്കും ഒരു സ്റ്റഡി മെറ്റീരിയൽ ആട്ടോ തിരുപ്പതി ക്ഷേത്രം. ഇപ്പൊ ലിവിംഗ് റൂമിൽ പൈസ വെച്ചിട്ട് ഇവിടെ തെക്ക് പടിഞ്ഞാറ് കിടക്കാൻ തുടങ്ങാൻ പറ്റുമോ? അപ്പൊ ആ ഒരു കറക്റ്റായിട്ട് വർക്കൗട്ട് ചെയ്തോ 100% റിസൾട്ട് വരും. അഗ്നികോണ് എന്ന് പറഞ്ഞാൽ അവിടെ അഗ്നിയാണ്. ഇത് ഒന്നുമില്ലെങ്കിൽ ഒരു വിളക്ക് കത്തിച്ച് വെച്ചാലും അഗ്നിയായി. അപ്പൊ ആ തറവാട്ടിലാണ് അടുത്ത തലമുറ വരേണ്ടത്. അച്ഛനും അമ്മയൊക്കെ താമസിച്ചിരിക്കുന്നത് അതാണ്. എന്നിരുന്നാലും ഇതുമായിട്ട് നമ്മുടെ സബ് കോൺഷ്യസ്ലി ഒരു എഫക്റ്റ് ഉണ്ട് അവിടെ. ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണിത്. അതായത് സാമ്പത്തികവും വാസ്തുവും പണത്തിനുള്ള സോഴ്സ് വരിക. കുബേരൻ എന്ന് പറഞ്ഞാൽ തന്നെ ബേറർ എന്നാ പറയുക. അതായത് പറഞ്ഞാൽ മേടിച്ചെടുക്കണ ആൾ. അതായത് എല്ലാത്തിനും റെഡി ആയിട്ട് ഫൈറ്റ് ചെയ്യാൻ അതാണ് പിടിച്ച് നിൽക്കണം. ആ വീട് കൊണ്ടുണ്ടാവുന്ന ദോഷം എനിക്ക് ബാധിക്കും, വാടകക്കാരന് ബാധിക്കും. അതായത് വാസ്തു എഫക്ട് ചെയ്യാൻ 2 തരത്തിലോ. ഒന്ന് ഫിസിക്കൽ എഫക്റ്റാണ്. സയന്റിഫിക്കലി പറയുകയാണെങ്കിൽ നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡിന്റെ എക്സ്റ്റൻഷൻ ആണ് വീട്. അതുമാതിരി തന്നെ ഓവറോൾ ആയിട്ടുള്ള പേഴ്സണാലിറ്റി തന്നെ 2 തവണ പുറമെ നല്ല ആക്റ്റീവ് ആയിരിക്കും. വീട്ടിൽ വന്നോ അവാർഡ് സിനിമ. നമസ്കാരം, അബാക് മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് നിശാന്ത് തോപ്പിൽ സാറാണ്. വാസ്തു കൺസൾട്ടന്റും വാസ്തുഭാരതി വേദിക് റിസർച്ച് സെന്ററിന്റെ ഡയറക്ടറുമായ നിശാന്ത് തോപ്പിൽ സാർ. നമസ്തേ. സാറിന് ഇങ്ങനെ ഒരു ഇൻട്രൊഡക്ഷന്റെ ആവശ്യം അബാക് മീഡിയയിൽ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല, എങ്കിലും പറയണമല്ലോ എന്ന് വിചാരിച്ചൊക്കെ പറഞ്ഞു. എങ്ങനെയുണ്ടായിരുന്നു സാറേ കഴിഞ്ഞ നമ്മുടെ ഇന്റർവ്യൂ എല്ലാം കഴിഞ്ഞ് ഒരുപാട് പേര് വിളിച്ചിരുന്നു? വളരെ എന്താ പറയുക, ഒരുപാട് സ്നേഹം, ഇത്രയൊക്കെ ആളുകൾ ഇതിനെ അക്സെപ്റ്റ് ചെയ്യണമെന്നുള്ള ഒരുപാട് സന്തോഷം കേട്ടോ. അതും ഹൃദയത്തിന്റെ ഡെപ്ത് എന്നുള്ള പലരുടെയും പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാക്കാനും വഴി കാട്ടി കൊടുക്കാനും ഇന്റർവ്യൂ കാരണമായി എന്നറിയുമ്പോൾ നമുക്കും സന്തോഷമുണ്ട്. ഒരുപാട് പേര് ഫീഡ്ബാക്ക് പറയുന്നുണ്ട്. സാറിനെ വിളിച്ചവർ, സാറിന്റെ കൺസൾട്ടേഷൻ എടുത്തവർ, സാർ വീട് പോയി നോക്കിയവരൊക്കെ നല്ല അഭിപ്രായം പറയുമ്പോൾ സന്തോഷമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വീണ്ടും ഒരിക്കൽ കൂടി നമുക്ക് ഇരിക്കണമെന്ന് ഒരു ആഗ്രഹം ഞാൻ പ്രകടിപ്പിച്ചപ്പോ അങ്ങ് വന്നത്. അപ്പൊ വാസ്തുശാസ്ത്രം സാറേ, ഒരു ആളുകള് വീട് പണിയും, ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടാവും. അപ്പൊ സ്വാഭാവികമായിട്ട് ഒരു വീട് പണിയുക എന്ന് പറയുന്നത് കഷ്ടകാല സമയത്താണെന്നൊക്കെ നാട്ടിൻപുറത്ത് പറയും. കാരണം കയ്യിലിരിക്കുന്ന സമ്പാദ്യവും കടമെടുത്തും ലോൺ എടുത്തും ഒക്കെയാണ് ഒരു വീട് പണി. ഒരു വീടൊക്കെ പണിഞ്ഞതിന് ശേഷം സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുകയാണെന്ന് വെച്ചോ. അതായത് വീടുമായി ബന്ധപ്പെട്ടല്ല, പിന്നീട് ബിസിനസ്സിൽ ചെറിയ തകർച്ച, സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ വാസ്തുശാസ്ത്രപരമായി എന്തെങ്കിലും നോക്കേണ്ടതുണ്ടോ? വെരി ഗുഡ്. ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണിത്. അതായത് സാമ്പത്തികവും വാസ്തുവും ഇതുണ്ടല്ലോ. യഥാർത്ഥത്തിൽ നമ്മളുടെ ഓരോ സ്ഥലങ്ങൾക്കും ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇത് ഞാൻ തുറന്നു പറയുകയാണെങ്കിൽ തെക്ക് കിഴക്ക് മൂല നമ്മുടെ നാട്ടിൽ അഗ്നികോൺ എന്ന് പറയും. ഈ അഗ്നികോണാണ് ലിക്വിഡ് ക്യാഷ് നമ്മളെ കയ്യിൽ നിർത്തുക. അതായത് ധനവും നമ്മളെ കയ്യിൽ ലിക്വിഡായിട്ട് വേണോ. അപ്പൊ എന്താ തെക്ക് കിഴക്ക് മൂലയിൽ എന്നാ ചോദിക്കുക. അപ്പൊ അധികം ആളുകളും അവിടെ കാർപോർച്ചൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതങ്ങോട്ട് താഴും. ഇതാണ് ആരുടെ അഗ്നികോണ് താണോ അവരുടെ ആധാരം ബാങ്കിലായിരിക്കും. ഇതൊരു രസമാണ്. അത് എന്താണെന്നൊന്നും അറിയില്ല, പക്ഷെ അതാണ് സത്യം. ആർക്കും ബാങ്ക് ലോൺ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗ്നികോണ് താണിട്ടാണോ അല്ലെങ്കിൽ അവിടെ പൈപ്പ് ഉണ്ടോ എന്നൊന്നും ചോദിച്ചാൽ മതി. അപ്പൊ കറക്റ്റ് ആയിരിക്കും അത്. അപ്പോൾ ഇത് 2-3 കാര്യങ്ങൾ ഒരുമിച്ചിട്ടാട്ടോ ഈ സാമ്പത്തികം വർക്ക് ചെയ്യുക. സമ്പത്ത് വരണോ, കരിയർ ഉണ്ടാവണോ? ഞാൻ ഇടയ്ക്ക് ഒരു സംശയം ചോദിച്ചോട്ടെ. ഇപ്പൊ എല്ലാവരും എന്നെ വഴക്ക് പറയും, കാരണം ഇടയ്ക്ക് ഒരു ചോദ്യം ചോദിക്കും. സംശയം മനസ്സിൽ വെച്ചോണ്ടിരിക്കാൻ പറ്റാത്തോണ്ട് ചോദിക്കുന്ന. ഈ തെക്ക് കിഴക്കേ മൂല, അതായത് അഗ്നികോണം എന്ന് പറയുന്നത്, തായ് കെട്ടിടം വിട്ടിട്ട് ഇത്തരത്തിൽ പൈപ്പോ അല്ലെങ്കിൽ അലക്കുകല്ലോ അല്ലെങ്കിൽ ഈ പറയുന്ന കാർപോർച്ചോ കുഞ്ഞ് വേസ്റ്റ് കുഴിയോ ഒക്കെ കുഴിക്കുന്ന പ്രശ്നമാണോ? യഥാർത്ഥത്തില് സ്ഥായി ഇതൊന്നുമില്ല. തെക്ക് കിഴക്ക്, സൗത്ത് ഈസ്റ്റ്, വസ്തുവിന്റെ അത് ഒറ്റ വാക്ക് പറയുകയാണെങ്കിൽ 3 സാധനം. 1 വീട്, 2 മുറ്റം, 3 പറമ്പ്. ഇതിന്റെ 3ന്റെ തെക്ക് കിഴക്കാ. അപ്പൊ താഴെ ആയാലും മേലെ ആയാലും ഒക്കെ തെക്ക് കിഴക്കാ. അപ്പൊ തെക്ക് കിഴക്ക്, സൗത്ത് ഈസ്റ്റ് എന്നുള്ള ആ ഒരു ഏരിയ ദ മോസ്റ്റ് ഡ്രൈയസ്റ്റ് പ്ലേസ് എന്നാ പറയുന്നത്. ഏറ്റവും എന്താ പറയാ ഡ്രൈ ആയിട്ടിരിക്കുന്ന സ്ഥലമാണ്. അപ്പൊ അവിടെ വെള്ളം വരിക അല്ലെങ്കിൽ താണു പോകുക ഇതൊക്കെ ആകുമ്പോൾ ഡ്യുവൽ പേഴ്സണാലിറ്റി ആയി പോകും. അതായത് വീട്ടിലൊരു സ്വഭാവമായിരിക്കും, പുറമെ വേറൊരു സ്വഭാവമായിരിക്കും. ഇനി അവിടെ വല്ല സെപ്റ്റിക് ടാങ്ക് ഒക്കെ വന്നു കഴിഞ്ഞാലാണ് തൊലിപ്പുറത്തൊക്കെ ഓരോ അസുഖങ്ങൾ വരിക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സാമ്പത്തികവും ആരോഗ്യവും ഒരുപോലെ ബാധിക്കുന്നതാണ്. അതുമാതിരി തന്നെ ഓവറോൾ ആയിട്ടുള്ള പേഴ്സണാലിറ്റി തന്നെ 2 തവണ
പുറമെ നല്ല ആക്റ്റീവ് ആയിരിക്കും, വീട്ടിൽ വന്നോ അവാർഡ് സിനിമയായി, ഒന്നും ചെയ്യാൻ പറ്റൂല, ഇങ്ങനെ ഇരിക്കും. അപ്പൊ അങ്ങനെ വരികയാണെങ്കിൽ സൗത്ത് ഈസ്റ്റ് ചെക്ക് ചെയ്യണം എന്നാ പറയാ. അപ്പൊ അതിനൊരു സിസ്റ്റം ഉണ്ട് കേട്ടോ. അത് നമ്മൾ വാസ്തു നോക്കാൻ പോകുമ്പോൾ അതിനത് അവിടെ പോയി അത് കറക്റ്റ് ആക്കിയിട്ടായി കണ്ടു കഴിഞ്ഞാൽ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ റെമഡി പറഞ്ഞു കൊടുക്കും. നമ്മൾ അതിനാണല്ലോ നമ്മളെ വിളിക്കുന്നത്. അതെ അതെ. അപ്പൊ ഈ സമ്പത്തിന്റെ 3 വശങ്ങളാണല്ലോ. 1 സമ്പത്ത് ഉണ്ടാക്കുക, 2 അതിനുവേണ്ടി ഓടണം, 3 സേവ് ചെയ്യുക. അപ്പോൾ ഇതിൽ വടക്ക് ഭാഗം എന്ന് പറയുന്നതാണ് കുബേരൻ എന്ന് പറയും നമ്മളതിൽ. കുബേരൻ എന്ന് പറഞ്ഞാൽ സോമപദം എന്ന് പറയും നമ്മളതിൽ വാസ്തുവിൽ പറയുമ്പോൾ. അപ്പൊ സോമന്റെ പദത്തിലാണ് ശരിക്കും ഇൻകം വരിക. അപ്പൊ നമുക്ക് കരിയർ പ്രോബ്ലം ഉണ്ടോ അത് നമ്മൾ ഈ സോമപദം ചെക്ക് ചെയ്യണം എന്നാ പറയാ, വടക്ക് ഭാഗം. അതാണ്. അപ്പോൾ ഇത് തുറന്നു പറയണത് എന്താണെന്ന് വെച്ചാൽ ഇതുകൊണ്ടൊന്നും എല്ലാവരും എന്ന് വെച്ചിട്ട് ഇന്ന കൺസൾട്ടിങ് ഒന്നും കുറയണമൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ തുറന്നു പറയണ കേട്ടോ. ഇത് സാധാരണ എല്ലാവരും സീക്രട്ട് ആയിട്ടാണ് വെക്കാറ്. അപ്പോഴേ ഈ ഒന്ന് നമ്മളെ കരിയർ, അതായത് പണം വരാൻ ഈശ്വരന് കോടിക്കണക്കിന് നിങ്ങൾക്ക് തരണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ അത് മീഡിയ വേണ്ടേ, തരാൻ എന്തെങ്കിലും വഴി വേണ്ടേ, അതിന് പറയുക അതാണ് കരിയർ. ഇപ്പൊ എന്നെ എല്ലാവരും സ്നേഹത്തോടു കൂടി വിളിക്കുന്നുണ്ട്. നിശാന്ത് തോപ്പിലിനെ വീട്ടിലേക്ക് വിളിക്കുന്ന സ്നേഹം കൊണ്ടാണോ? ഇയാൾക്ക് വാസ്തു അറിയാം, അതുകൊണ്ട് വിളിക്കണം. അപ്പൊ എന്റെ കരിയറാണ് എന്ത് വാസ്തു. അപ്പൊ ഇത് കറക്റ്റ് ആകണോ, നോർത്ത് കറക്റ്റ് ആണോ, അപ്പോഴാണ് നമുക്ക് പണത്തിനുള്ള സോഴ്സ് വരിക. കുബേരൻ എന്ന് പറഞ്ഞാൽ തന്നെ ബേറർ എന്നാ പറയുക, അതായത് എന്ന് പറഞ്ഞാൽ മേടിച്ചെടുക്കണ ആൾ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിന് ഒരു സോഴ്സ് ഉണ്ട്. ഇനി അതിനു വേണ്ടി ഓടണം എന്നുണ്ടെങ്കിൽ നമ്മൾ അഗ്നി ഉണ്ടാവണം. അവാർഡ് സിനിമ ആയിരുന്ന സംഭവം വരില്ല. അതായത് ഒരു ഗൃഹസ്ഥാശ്രമി ആയിട്ടുള്ള ഒരു ആക്ഷൻ ത്രില്ലർ ആണെന്നാ. അതായത് എല്ലാത്തിനും റെഡി ആയിട്ട് ഫൈറ്റ് ചെയ്യാൻ, അതാണ് പിടിച്ച് ഇടിച്ചിടിച്ച് നിൽക്കണം. അപ്പോഴാണ് അതൊക്കെ വരും. അതിനാണ് അഗ്നികോണ് കറക്റ്റ് ആവേണ്ടത്. പിന്നെ വന്നിട്ട് ഇതൊക്കെ കഴിഞ്ഞു ഇത് സേവ് ചെയ്യണം. സേവ് ചെയ്യാനാണ് നമ്മുടെ സൗത്ത് വെസ്റ്റ്, നമ്മളെ മാസ്റ്റർ ബെഡ്റൂമിന്. യഥാർത്ഥത്തിൽ പ്രത്യുതരൻ എന്ന് പറയുന്ന ഒരു പൊസിഷനാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ ഈ ഏറ്റവും കൂടുതൽ വരുമാനം വരുന്ന ക്ഷേത്രം ഇല്ലേ, വെങ്കടാചലപതി, തിരുപ്പതി ക്ഷേത്രം. തിരുപ്പതി ക്ഷേത്രത്തിൽ പോയിട്ട് ശരിക്കും ഒരു സ്റ്റഡി മെറ്റീരിയൽ ആട്ടോ തിരുപ്പതി ക്ഷേത്രം. തിരുപ്പതി ക്ഷേത്രത്തില് ഈ ഭണ്ഡാരം വെച്ചിരിക്കുന്ന എക്സാക്ട്ലി ഈ പ്രത്യുതർ എന്ന് പറഞ്ഞ പൊസിഷനിലാണ്. യഥാർത്ഥത്തിൽ അതിലാണ് കറക്റ്റ് ആയിട്ട് വേണ്ടെന്നാ പറയുക. പക്ഷേ നമ്മള് അത് അധിക വീട്ടിലും ലിവിംഗ് റൂമിലൊക്കെയാ വരിക. അപ്പൊ ലിവിംഗ് റൂമിൽ പൈസ വെച്ചിട്ട് ഇവിടെ 10 പടിഞ്ഞാറ് കിടക്കാൻ ഉറങ്ങാൻ പറ്റുമോ? എന്നാലും വേണ്ടിയല്ല, അവിടെ വെച്ച പൈസ വരും. അപ്പോ അതിലൊന്ന് സേവിങ്സ്. അപ്പൊ സേവിങ്സ് ഡിപ്പെൻസ് അപ്പോൺ നിങ്ങളെ തെക്ക് പടിഞ്ഞാറ് എങ്ങനെയുണ്ട് എന്നാ. അതേ സമയത്ത് ഈ സമ്പത്ത്, ലോണ്, ബാങ്ക് ലോണ്, ലിക്വിഡ് ക്യാഷ്, ഇത് അഗ്നികോണുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. അതുപോലെ തന്നെ നമുക്ക് വരുമാനത്തിലുള്ള സോഴ്സ് ഉണ്ടാക്കുന്നത് നോർത്തിലാണ്. അല്ലാണ്ട് ഒരൊറ്റ സിംഗിൾ പോയിന്റ് ആയിട്ടല്ല, ടോട്ടലി ആയിട്ടുള്ള ഇതൊരു ചെസ് കളിക്കണമായിരിക്കും. അതായത് രാജാവ് ഒറ്റക്ക് പോയാലും വെട്ടിപ്പോകും. അപ്പൊ ഇതൊരു ടീം വർക്കാണ് ശരിക്കും. അപ്പൊ ആ ഒരു കറക്റ്റായിട്ട് വർക്കൗട്ട് ചെയ്താൽ 100% റിസൾട്ട് വരും. അത് കൃത്യമായി നോക്കി കറക്റ്റ് ചെയ്യാന്നുള്ളതാണ്. കറക്റ്റ് ചെയ്ത് കഴിഞ്ഞോ. ഇപ്പൊ ലോൺ ഉണ്ട്, ആധാരം ബാങ്കിലാണ്, അത് ഞങ്ങൾക്ക് തന്നെ മനസ്സിലാവും അത് എന്നാണെന്ന്. അപ്പം ഞങ്ങൾക്കിത് ഇതന്നെയല്ല പണി. അപ്പൊ പോകുമ്പോഴത്തെ തന്നെ മനസ്സിലാവും. പിന്നെ വീട്ടുകാരത് മനസ്സിലാക്കിക്കലാണ് നമ്മുടെ ജോലി. ഈ നിലവിലുള്ള കെട്ടിടങ്ങളിൽ ഇത്തരത്തിൽ വലിയ എക്സ്പെൻസ് ഇല്ലാണ്ട് കറക്റ്റ് ചെയ്ത് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഫ്ലാറ്റിലാണ്, നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ചില സാധനങ്ങൾ വെക്കും. അതായത് അഗ്നികോണ് എന്ന് പറഞ്ഞാൽ അവിടെ അഗ്നിയാണ്. ഇത് ഒന്നുമില്ലെങ്കിൽ ഒരു വിളക്ക് കത്തിച്ച് വെച്ചാലും അഗ്നിയായി. അങ്ങനെ നമുക്ക് കൃത്രിമമായിട്ട് അതാത് എനർജീനെ പ്രൊഡ്യൂസ് ചെയ്യാം. എനിക്ക് ഒരു സംശയമുള്ള ഒരു കാര്യമാണ്. ഇപ്പം ഞാനൊരു വീട് പണിതു, ഞാനാണ് ഉടമസ്ഥൻ, ഞാൻ അവിടെ താമസിക്കുന്നില്ല, ഞാനിത് വാടകയ്ക്ക് കൊടുത്തു. ആ വീട് കൊണ്ടുണ്ടാവുന്ന ദോഷം എനിക്ക് ബാധിക്കും, വാടകക്കാരന് ബാധിക്കും. ആ വീട് വിറ്റ് കഴിഞ്ഞാൽ പൈസ ആർക്ക് വരും? ആരെങ്കിലും വരും, എൻ്റെ കയ്യിൽ വരും. അപ്പൊ അതും നിങ്ങളൊരു കർമ്മബന്ധമുണ്ട്. അതായത് വാസ്തു എഫക്ട് ചെയ്യാൻ 2 തരത്തിലോ. ഒന്ന് ഫിസിക്കൽ എഫക്റ്റാ. അതായത് ഒരു 6 മാസത്തിൽ കൂടുതൽ നമ്മൾ എവിടെ നിന്നോ സ്ഥിരമായിട്ട് കിടന്നുറങ്ങി ആ സ്ഥലവും നമ്മളായിട്ട് സിങ്ക്രണൈസ്ഡ് ആവും. ഇതാണ് ഫിസിക്കൽ എഫക്റ്റ്. അപ്പൊ അതായത് വാടകയ്ക്ക് താമസിക്കുന്ന ആളെയും ബാധിക്കുമെന്ന്. ഇനി രണ്ടാമത് പറയുന്ന സബ് കോൺഷ്യസ് എഫക്റ്റ് എന്നാ. അതായത് ഏത് ഉഗാണ്ടയിലാണെങ്കിലും എൻ്റെ വീട്ടിൽ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്. നമ്മളൊരു അച്യുതണ്ടാണ് ശരിക്കും നമ്മളുടെ സ്വന്തം വീട്. അപ്പൊ അവിടുത്തെ അതും നമ്മളതുമായിട്ട് നമ്മൾ സയന്റിഫിക്കലി പറയുകയാണെങ്കിൽ നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡിന്റെ എക്സ്റ്റൻഷൻ ആണ് വീട്. അപ്പൊ ഞങ്ങളൊക്കെ ശ്രദ്ധിക്കണം, നാട്ടിലെ കുടുംബ വീടും നോക്കണം, ഇപ്പൊ താമസിക്കുന്ന വീടും നോക്കണം. അല്ല, കുടുംബ വീട് വരുമാനം തരുന്നുണ്ട്. എന്നിരുന്നാലും അതിൽ കറക്റ്റ് ആക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചില ഇതുണ്ട്. ഇപ്പൊ വരാൻ പോകുന്ന തലമുറകൾ അങ്ങനെയൊക്കെ കുടുംബ വീടിനെ ആശ്രയിച്ച നമ്മളെ തറവാട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ തറവാട്ടിലാണ് അടുത്ത തലമുറ വരേണ്ടത്. അച്ഛനും അമ്മയൊക്കെ താമസിച്ചിരിക്കുന്നത് അതാണ് തറവാട്. അതായത് അവിടെയാണ് അടുത്ത സന്തതി പരമ്പരകളൊക്കെ വരേണ്ടത്. ഇതൊക്കെ മെയിൻലി നമ്മളെ തറവാടുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്.
അപ്പൊ ഇത് നോക്കുമ്പോ ഇത് രണ്ടും നോക്കണം എന്നുള്ളതാണ്. രണ്ടും നോക്കണം, അപ്പോഴാണ് കറക്റ്റ് ആകുക. എന്ന് വെച്ചാൽ ഇപ്പൊ വാസ്തുവിന് പ്രശ്നമുണ്ട്. ഞാനിപ്പോ ഫോറിനിലാണ്. അപ്പൊ ഫോറിനിലുള്ളൊരു നല്ല വാസ്തുവിലാണ് താമസിക്കണമെങ്കിൽ ചിലപ്പോൾ അതുകൊണ്ട് രക്ഷപ്പെടുകയും ചെയ്യും. മനസ്സിലായി. എന്നിരുന്നാലും ഇതുമായിട്ട് നമ്മളെ സബ് കോൺഷ്യസ്ലി ഒരു എഫക്റ്റ് ഉണ്ട് അവിടെ. Okay. ക്ലിയർ.